അപ്പൊ ഫോട്ടോഗ്രാഫി എന്ന് പറയുന്ന ഒരു മനോഹരമായിട്ടുള്ള ഒരു കാര്യമാണല്ലേ. അതായത് മഹേഷിന്റെ പ്രതികാരത്തിൽ പറഞ്ഞ പോലെ തന്നെ, മഹേഷേ ഫോട്ടോഗ്രാഫി എന്ന് പറയുന്നത് പഠിപ്പിക്കാൻ പറ്റില്ല, പക്ഷെ പഠിക്കാൻ പറ്റും. ഒരു തരത്തിലേ ശരിയാണല്ലേ. കാരണം എത്രയൊക്കെ നമ്മൾ ടെക്നിക്കൽ സൈഡ് അതിന്റെ പറഞ്ഞു തന്നാലും ഒരു നല്ല ഫോട്ടോ എടുക്കുക എന്ന് പറഞ്ഞാല് അത് ആ ഫോട്ടോ എടുക്കുന്ന ആളുടെ കാഴ്ചയുടെ അനുസരിച്ചിരിക്കും, അല്ലെങ്കിൽ അയാളുടെ ഇമാജിനേഷൻ അനുസരിച്ചിരിക്കും, അല്ലെങ്കിൽ അദ്ദേഹത്തിന്റെ ഒബ്സർവേഷൻ സ്കില്ലിനെ അനുസരിച്ചിരിക്കും അല്ലേ. അപ്പൊ എന്തൊക്കെ തന്നെ ആയാലും അത് നമുക്ക് പഠിപ്പിക്കാനായിട്ട് പറ്റില്ല. പക്ഷെ അതേസമയം നമ്മൾ ഇന്ന് പറയാൻ പോകുന്നത് ഫോട്ടോഗ്രാഫിയിൽ നമ്മൾ അറിഞ്ഞിരിക്കേണ്ട ബേസിക് ആയിട്ടുള്ള കുറച്ച് കാര്യങ്ങളുണ്ട്. അതിൽ 3 കാര്യമാണ് ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ളത്. അവയാണ് നമ്മൾ 3 പില്ലേഴ്സ് ഓഫ് ഫോട്ടോഗ്രാഫി എന്ന് വിളിക്കുന്നത്. അതായത് ഫോട്ടോഗ്രാഫിയുടെ 3 നെടും തൂണുകളാണ് ഈ പറയുന്ന 3 കാര്യങ്ങൾ എന്ന് പറയുന്നത്. അത് ഏതൊക്കെയാണെന്ന് പറഞ്ഞാല്, ഒന്നാമത്തെ ആളാണ് ആപ്പർച്ചർ എന്ന് പറയുന്നത്, രണ്ടാമത്തെ ആളാണ് ഷട്ടർ സ്പീഡ് എന്ന് പറയുന്നത്, മൂന്നാമത്തെ ആളാണ് ISO എന്ന് പറയുന്നത്. ഓക്കെ, അപ്പൊ ഇന്ന് ഈ വീഡിയോയിൽ നമ്മൾ പറയാനായിട്ട് പോകുന്നത് ആപ്പർച്ചറിനെ പറ്റിയിട്ടാണ്. ബാക്കിയുള്ള 2 ആളെ പറ്റിയും നമ്മൾ 2 വീഡിയോയിലായിട്ട് ചെയ്യുന്നതായിരിക്കും. ഓക്കെ, അപ്പൊ അങ്ങനെയാണ് തുടങ്ങല്ലേ. അപ്പൊ എന്താണ് ഈ ആപ്പർച്ചർ എന്ന് പറയുന്നത്? ഈ ആപ്പർച്ചർ എന്ന് പറഞ്ഞാൽ വേറെ ഒന്നുമല്ല. അതായത് നിങ്ങളുടെ ക്യാമറയുടെ ലെൻസിലേക്ക് സൂക്ഷിച്ച് നോക്കി കഴിഞ്ഞാൽ, ഈവൻ സ്മാർട്ട് ഫോണിന്റെ ക്യാമറ ആണെങ്കിലും DSLRന്റെ ക്യാമറ ആയാലും അതിന്റെ ലെൻസിന്റെ ഉള്ളിലേക്ക് സൂക്ഷിച്ച് നോക്കി കഴിഞ്ഞാൽ അതിന്റെ ഉള്ളിൽ ഒരു ഹോള് കാണാല്ലേ. ആ ഹോളിനെയാണ് നമ്മൾ ആപ്പർച്ചർ എന്ന് വിളിക്കുന്നത്. ഓക്കെ, അപ്പൊ എന്തായിരിക്കും ഈ ആപ്പർച്ചറിന്റെ ഉപയോഗം എന്ന് പറയുന്നത്? വേറെ ഒന്നുമല്ല അല്ലെ, പുറത്തുനിന്ന് വരുന്ന ലൈറ്റ് ക്യാമറയുടെ ഉള്ളിലേക്ക് എത്തുന്നത് ഈ ഹോള് വഴിയാണ്, അല്ലെങ്കിൽ ഈ ആപ്പർച്ചർ വഴിയാണ്. ഓക്കെ, ഇനി അപ്പൊ അങ്ങനെയൊക്കെ പറയുമ്പോ ഈ ആപ്പർച്ചറിന്റെ സൈസ് നമുക്ക് കൂട്ടാൻ പറ്റും, അതേസമയം കുറയ്ക്കാനായിട്ട് പറ്റും. അപ്പൊ എന്തിനാണ് ഈ ആപ്പർച്ചർ ഇങ്ങനെ യൂസ് ചെയ്യുന്നത്? എന്തായിരിക്കാം ഇതിന്റെ യൂസ് എന്ന് പറയുന്നത് നമ്മുടെ DSLR ക്യാമറകളിൽ? വേറെ ഒന്നുമല്ല. അതായത് അത് മനസ്സിലാക്കണമെങ്കിൽ നിങ്ങൾ ഒരാളെ അറിഞ്ഞിരിക്കണം ആദ്യം. അയാളുടെ പേരാണ് ഡെപ്ത് ഓഫ് ഫീൽഡ് എന്ന് പറയുന്നത്. അപ്പൊ എന്താണ് ഈ ഡെപ്ത് ഓഫ് ഫീൽഡ് എന്ന് പറയുന്നത്? വളരെ സിമ്പിൾ ആണ്. അതായത് നമ്മൾ ഫോട്ടോ എടുക്കുന്ന സമയത്ത് ആ ഫോട്ടോ എടുക്കുന്ന സീനിൽ എത്രത്തോളം ഒബ്ജക്റ്റുകൾ ഫോക്കസ്ഡ് ആയിട്ടുണ്ട്, അല്ലെങ്കിൽ എത്ര ഏരിയയിലുള്ള ഒബ്ജക്ട്സ് ആണ് ഫോക്കസ് ആയിട്ടുള്ളത്, ആ ഏരിയയിലാണ് അല്ലെങ്കിൽ ആ ഫീൽഡിനെയാണ് നമ്മൾ എന്തെന്ന് പറയാ, ഡെപ്ത് ഓഫ് ഫീൽഡ് എന്ന് പറയാ. അപ്പോൾ ആ ഒരു ഫീൽഡിലുള്ള ഒബ്ജക്റ്റുകൾ ഒഴിച്ച് അതിന്റെ മുന്നിലേക്കുള്ള ഭാഗങ്ങളിലോ അല്ലെങ്കിൽ ആ ഏരിയയുടെ പിന്നിലുള്ള ഭാഗങ്ങളിലോ ഉള്ള എല്ലാ വസ്തുക്കളും ബ്ലർ ആയിരിക്കും, അല്ലെങ്കിൽ അത് ഔട്ട് ഓഫ് ഫോക്കസ് ആയിരിക്കും. ഓക്കെ, വളരെ സിമ്പിൾ ആണല്ലേ. ഇനി എങ്ങനെയാണ് ഈ ഡെപ്ത് ഓഫ് ഫീൽഡിനെ നമ്മൾ ഈ ആപ്പർച്ചർ വെച്ച് കൺട്രോൾ ചെയ്യുന്നത്? അതാണ് നമ്മൾ പറയാനായിട്ട് പോകുന്നത്. അത് പറയുകയാണെങ്കിൽ ഏറ്റവും വലിയൊരു എക്സാമ്പിൾ എടുക്കുകയാണെങ്കിൽ പോർട്രേറ്റ് എന്ന് നമ്മൾ കേട്ടിട്ടുണ്ടായില്ലേ. പോർട്രേറ്റ് ഫോട്ടോസ് കേട്ടിട്ടുണ്ടായിരിക്കും. എന്താണ് അത് ഉദ്ദേശിക്കുന്നത്? ബേസിക്കലി നിങ്ങൾ പോർട്രേറ്റ് മോഡ് വഴി ഒരു ഫോട്ടോ എടുക്കുമ്പോൾ ആ നിങ്ങൾ ഫോക്കസ് ചെയ്യുന്ന ഒബ്ജക്റ്റ് മാത്രമാണ് നമ്മുടെ ഫോട്ടോയിൽ ഫോക്കസ്ഡ് ആയിരിക്കുള്ളൂ, ബാക്കി എല്ലാ കാര്യങ്ങളും ബ്ലർ ആയിരിക്കും. അതായത് എന്റെ ഫോട്ടോ ആണ് നിങ്ങൾ പോർട്രേറ്റിൽ എടുക്കുന്നതെങ്കിൽ എന്റെ ഈ രൂപം മാത്രമേ ഫോക്കസ് ഉണ്ടായിരിക്കുള്ളൂ, കംപ്ലീറ്റ് ബാക്ക്ഗ്രൗണ്ട് എന്തായിരിക്കും, ബ്ലർ ആയിരിക്കില്ലേ. ഓക്കെ, അപ്പൊ അതിൽ നിന്ന് നമുക്ക് എന്ത് മനസ്സിലാവാം? അവിടെ ഫോക്കസ്ഡ് ആയിട്ടുള്ള സ്ഥലം എന്ന് പറയുന്നത് കുറവാണ് അല്ലേ. അതായത് ഞാൻ മാത്രമാണ് ഫോക്കസ് ആയിട്ടുള്ളൂ, എന്റെ കംപ്ലീറ്റ് ബാക്ക്ഗ്രൗണ്ട് ബ്ലറാണ്, അതുകൊണ്ട് കുറച്ച് സ്ഥലം മാത്രമാണ് അവിടെ ഫോക്കസിലുള്ളൂ. അതുകൊണ്ട് തന്നെ നമുക്ക് എന്ത് പറയാം? അവിടെ ഡെപ്ത് ഓഫ് ഫീൽഡ് എന്ന് പറയുന്നത് കുറവാന്ന് പറയാം. സിമ്പിൾ അല്ലേ. ആ കുറവാന്ന് പറയുന്നതിന് നമ്മൾ പറയുന്ന മറ്റൊരു പേരാണ് ഷാലോ ഡെപ്ത് ഓഫ് ഫീൽഡ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പൊ ബേസിക്കലി ഈ ഷാലോ ഡെപ്ത് കൊണ്ട് ഉദ്ദേശിക്കുന്നത് വേറെ ഒന്നുമല്ല അല്ലെ. ഫോട്ടോ എടുക്കുന്ന സമയത്ത് ഫോക്കസ്ഡ് ആയിട്ടുള്ള ഏരിയ എന്ന് പറയുന്നത് കുറവായിരിക്കും അവിടെ. അതുകൊണ്ടാണ് അതിന് ഷാലോ ഡെപ്ത് എന്ന് വിളിക്കാനുള്ള കാരണം. പോർട്രേറ്റ് എന്ന് പറയുന്നത് അതിനൊരു എക്സാമ്പിൾ ആണ്. ഓക്കെ, ഇനി എന്താണ് ഈ ആപ്പർച്ചറും ഈ ഷാലോ ഡെപ്ത് ഓഫ് ഫീൽഡ് തമ്മിലുള്ള ബന്ധം എന്ന് പറയുന്നത്? അതായത് വേറെ ഒന്നല്ല, ഒരു ഷാലോ ഡെപ്ത് ഓഫ് ഫീൽഡ് ക്രിയേറ്റ് ചെയ്യണമെങ്കിൽ നമുക്ക് ഈ ആപ്പർച്ചർ എന്ന് പറയുന്ന ആളെ വലുതാക്കണം. അതായത് ആ ഹോളിന്റെ സൈസ് വളരെ വലുതാക്കണം. എന്നാൽ മാത്രമാണ് ഈ ഷാലോ ഡെപ്ത് ഓഫ് ഫീൽഡ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു എഫക്ട് നമുക്ക് കൊണ്ടുവരാനായിട്ട് സാധിക്കുള്ളൂ. അങ്ങനെയാണ് ഈ DSLR ക്യാമറകളിൽ നമ്മൾ പോർട്രേറ്റ് ഫോട്ടോസ് എടുക്കുന്നത്. ബേസിക്കലി നമ്മൾ ഈ ആപ്പർച്ചറിന്റെ സൈസ് വളരെ വലുതാക്കുമ്പോൾ എന്ത് സംഭവിക്കും? പുറത്തു വരുന്ന ലൈറ്റ് മുഴുവനായിട്ടും അങ്ങനെ തന്നെ സെൻസറിൽ ഒന്ന് തട്ടാണ് ചെയ്യുന്നത്. അപ്പൊ അതിൽ നിന്ന് തന്നെ നമ്മുടെ ക്യാമറയ്ക്ക് മതിയായിട്ടുള്ള ഇൻഫർമേഷൻസ് കിട്ടുന്നതായിരിക്കും. ഏതാണ് ഒബ്ജക്റ്റ് എന്നുള്ളതും ഏതാണ് ബാക്ക്ഗ്രൗണ്ട് എന്നുള്ളതും എല്ലാ ഇൻഫർമേഷനും കറക്റ്റ് ആയിട്ട് ആർക്ക് കിട്ടും? നമ്മുടെ സെൻസറിന് കിട്ടും. അങ്ങനെയാണ് അവിടെ നമ്മൾ ഉദ്ദേശിച്ച വസ്തുവിനെ മാത്രം ഫോക്കസ് ചെയ്ത് ബാക്ക്ഗ്രൗണ്ടിനെ അതിനെ ബ്ലർ ചെയ്യാനായിട്ട് സാധിക്കുന്നത്. ഓക്കെ, അപ്പോ ആപ്പർച്ചറിന്റെ സൈസ് കൂട്ടുക എന്ന് പറഞ്ഞാല് ഡെപ്ത് ഓഫ് ഫീൽഡിന്റെ അളവ് കുറഞ്ഞു വരാന്നാണ് ഉദ്ദേശിക്കുന്നത്. ഓക്കെ, ഇനി അതിന്റെ നേരെ ഓപ്പോസിറ്റ് ഉള്ള ഒരു കാര്യമാണ് ഡീപ്പ് ഡെപ്ത് ഓഫ് ഫീൽഡ് എന്ന് പറയുന്നത്. അപ്പൊ അതിൽ നിന്ന് തന്നെ നമുക്ക് മനസ്സിലായിട്ടുണ്ടാവില്ലേ ഡീപ്പ് ഡെപ്ത് ഓഫ് ഫീൽഡ് എന്നുള്ള എന്താന്നുള്ളത്. അതായത് നമ്മൾ ഫോട്ടോ എടുക്കുന്ന സമയത്ത് ഫോട്ടോ എടുക്കുന്ന സീനിലെ എല്ലാ ഒബ്ജക്റ്റുകളും
ഫോക്കസ്ഡ് ആയിരിക്കും. അതാണ് ഡീപ്പ് ഡെപ്ത് ഓഫ് ഫീൽഡ് എന്ന് പറയുന്നത്. ഓക്കെ, അതായത് കംപ്ലീറ്റ്ലി ഓപ്പോസിറ്റ് ടു ഷാലോ ഡെപ്ത് ഓഫ് ഫീൽഡ്. ഷാലോ ഡെപ്ത് ഓഫ് ഫീൽഡിലായിരുന്നപ്പോൾ ഒരു വസ്തു മാത്രമാണ് ഫോക്കസിൽ ഉണ്ടായിരുന്നുള്ളൂ. അതേസമയം ഡീപ്പ് ഡെപ്ത് ഓഫ് ഫീൽഡിൽ വന്നപ്പോൾ എന്തുണ്ടായി? ആ ഫോട്ടോ എടുക്കുന്ന സീനിലെ എല്ലാ ഒബ്ജക്റ്റും ഫോക്കസ്ഡ് ആയിരിക്കും. അതിനെയാണ് ഡീപ്പ് ഡെപ്ത് ഓഫ് ഫീൽഡ് എന്ന് സിമ്പിൾ ആയിട്ട് പറയുന്നത്. ഇനി ആപ്പർച്ചർ എങ്ങനെയാണ് ഈ ഡീപ്പ് ഡെപ്ത് ഓഫ് ഫീൽഡിനെ ബാധിക്കുന്നത്? അതായത് നേരത്തെ പറഞ്ഞതിന്റെ ഓപ്പോസിറ്റ് ആണ് ഇവിടെ വരുന്നത്. ആപ്പർച്ചറിന്റെ സൈസ്, അതായത് ആ ഹോളിന്റെ സൈസ് എന്ന് പറയുന്നത് ചെറുതാണെങ്കിൽ മാത്രമാണ് നമുക്ക് ഡീപ്പ് ഡെപ്ത് ഓഫ് ഫീൽഡ് എന്നുള്ള എഫക്ട് ക്രിയേറ്റ് ചെയ്യാനായിട്ട് സാധിക്കുള്ളൂ. ഓക്കെ, അതായത് ചെറിയ ഹോൾ ആണെങ്കിൽ അവിടെ നിന്ന് പുറത്തു നിന്ന് ലൈറ്റ് എന്ന് പറയുന്നത് ആ ചെറിയ ഹോളിന്റെ ഉള്ളിൽ കൂടെ കടന്നിട്ട് വേണം സെൻസറിൽ ഒന്ന് തട്ടാനായിട്ട്. അതുകൊണ്ട് തന്നെ നമ്മുടെ ക്യാമറയ്ക്ക് കിട്ടുന്ന ഇൻഫർമേഷൻ അതിനനുസരിച്ച് വ്യത്യാസം വരുന്നുണ്ട്. അതുകൊണ്ടാണ് നമുക്ക് ഒരു ഒബ്ജക്റ്റും ഒരു ബാക്ക്ഗ്രൗണ്ടും തമ്മിലുള്ള വ്യത്യാസം കറക്റ്റ് ആയിട്ട് മനസ്സിലാക്കാൻ പറ്റാതെ പോകുന്നത്. അതുകൊണ്ടാണ് നമ്മുടെ സീനിലുള്ള ആ ഏരിയയിലുള്ള എല്ലാ ഒബ്ജക്റ്റുകളും ഫോക്കസ്ഡ് ആവുന്നത്. ഓക്കെ, അപ്പൊ ഇതാണ് ആപ്പർച്ചർ കൂട്ടിക്കഴിഞ്ഞാലും കുറച്ചു കഴിഞ്ഞാലും ഉള്ള എഫക്ട് എന്ന് പറയുന്നത്. ഇത് നിങ്ങളൊരു ഫോട്ടോ എടുക്കുമ്പോൾ നിങ്ങളുടെ ആവശ്യത്തിനനുസരിച്ച് ഇത് അഡ്ജസ്റ്റ് ചെയ്യാണ് ചെയ്യേണ്ടത്. ഇനി ഒരു ചെറിയ കാര്യം ഇവിടെ ഉണ്ട്. അതായത് ഈ ആപ്പർച്ചറിന്റെ സൈസ് നമ്മൾ കാണിക്കുന്നത് എഫ് നമ്പറുകളാണ്, അല്ലെങ്കിൽ എഫ് സ്റ്റോപ്പ് വെച്ചിട്ടാണ്. അതായത് നിങ്ങൾ ഈ ക്യാമറയുടെ ഒക്കെ സ്പെസിഫിക്കേഷൻ നോക്കുമ്പോൾ, അതായത് ലെൻസിന്റെ ഒക്കെ സ്പെസിഫിക്കേഷൻ നോക്കുമ്പോൾ നിങ്ങൾക്ക് അവിടെ എഴുതിയിട്ടുണ്ടാവും f/1.8, f/2.4, f/5.8 ഇങ്ങനെ എഴുതിയിട്ടുള്ള പല വാല്യൂസും കാണാം. ഇത് കാണിക്കുന്നത് ആ ആപ്പർച്ചറിന്റെ സൈസ് ആണ്, അതായത് ആ ഹോളിന്റെ സൈസ് ആണ്. അപ്പോൾ ഇവിടെ ചെറിയൊരു ട്വിസ്റ്റ് ഉണ്ട്. അതായത് എഫ് കഴിഞ്ഞ് എഴുതുന്ന ആ നമ്പർ ചെറുതാണെങ്കിൽ ആ ഹോളിന്റെ സൈസ് വലുതായിരിക്കും, അതായത് ആപ്പർച്ചറിന്റെ സൈസ് വലുതായിരിക്കും. അതേസമയം എഫ് കഴിഞ്ഞ് എഴുതുന്ന നമ്പർ വലുതാണെങ്കിൽ ആപ്പർച്ചറിന്റെ സൈസ് എന്ന് പറയുന്നത് ചെറുതായിരിക്കും. ഓക്കെ, ബേസിക്കലി ഇത് ഓപ്പോസിറ്റ് ആണ്. വലിയ നമ്പർ എന്ന് പറഞ്ഞാൽ ചെറിയ ആപ്പർച്ചർ ആയിരിക്കും, ചെറിയ ഹോൾ ആയിരിക്കും. അതേസമയം ചെറിയ നമ്പർ എന്ന് പറഞ്ഞാൽ വലിയ ആപ്പർച്ചർ ആയിരിക്കും, അതായത് വലിയ ഹോൾ ആയിരിക്കും അതിന് ഉണ്ടായിരിക്കുക. അപ്പൊ നമ്മുടെ DSLR ക്യാമറകളൊക്കെ എടുത്തു നോക്കുകയാണെങ്കിൽ അതിന്റെ ആപ്പർച്ചർ എന്ന് പറയുന്നത് നമുക്ക് വേരി ചെയ്യാനായിട്ട് പറ്റും, ചേഞ്ച് ചെയ്യാനായിട്ട് പറ്റും. അതുകൊണ്ട് തന്നെ അവയുടെ സ്പെസിഫിക്കേഷൻ പറയുന്നത് ഇങ്ങനെയായിരിക്കും. ഇപ്പൊ f/1.8 തൊട്ട് f/5.4 വരെ അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റുന്ന ലെൻസ് ആയിരിക്കും. അല്ലെങ്കിൽ അങ്ങനെ ഒരു റേഞ്ചിലായിരിക്കും നമ്മൾ ലെൻസിന്റെ ആപ്പർച്ചറിന്റെ സ്പെസിഫിക്കേഷൻ പറയുന്നത്. ഓക്കെ, അപ്പോ ഒന്ന് സിമ്പിൾ ആയിട്ട് പറയുകയാണെങ്കിൽ നിങ്ങളൊരു ഫോട്ടോ എടുക്കുമ്പോൾ എത്രത്തോളം ഫോക്കസ് നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ അത് ഈ ആപ്പർച്ചർ വെച്ചിട്ടാണ് നമ്മൾ കൺട്രോൾ ചെയ്യുന്നത്. അതിന്റെ നമ്പേഴ്സ് എങ്ങനെ കിട്ടാന്ന് വെച്ചാൽ നിങ്ങൾ ഫോട്ടോ എടുത്തെടുത്ത് നോക്കുമ്പോൾ നിങ്ങൾക്ക് തന്നെ മനസ്സിലാവും. ഈ പറഞ്ഞ കാര്യങ്ങൾ മനസ്സിൽ വെക്കുക. ഓക്കെ, സോ അപ്പൊ ഈ ആപ്പർച്ചറിനെ പറ്റി പറഞ്ഞ കാര്യങ്ങൾ എല്ലാവർക്കും മനസ്സിലായെന്ന് വിചാരിക്കുന്നു. ഇനി ഷട്ടർ സ്പീഡ് എന്താണ് ISO എന്നുള്ളത് നമ്മൾ വരും വീഡിയോയിൽ പറയുന്നതായിരിക്കും. അതിനു വേണ്ടി വെയിറ്റ് ചെയ്യുക. ഓക്കെ, സോ എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടപ്പെട്ടു. ഇഷ്ടപ്പെട്ട് ഇനി എന്ത് ചെയ്യണമെന്ന് അറിയാം, ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ഐക്കൺ ക്ലിക്ക് ചെയ്യുക. സോ ഇനി കാണുന്നവരെ ബൈ.